ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്ന് ബ്യൂട്ടി ടിപ്പൊന്നും അല്ലാട്ടെ, ഇന്ന് നമ്മുടെ കുഞ്ഞടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഒത്തിരി ദിവസമായി നമ്മൾ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും നമ്മുടെ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങൾ അങ്ങോട്ട് കാണിക്കാത്തത് കേട്ടോ, വേറെ ഒന്നുമല്ല. കുറച്ച് ലൈറ്റിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് 2 ലൈറ്റ് 3 ലൈറ്റും ഒക്കെ ഇട്ട് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഇതിൽ ഭയങ്കര വിഷമമാട്ടോ. അതിന് ലൈറ്റ് കുറവോ എന്തോ പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യുന്നത് ലൈറ്റൊന്നും ഇല്ലാതെ നമ്മൾ വെളിയിലാണല്ലോ, അപ്പോഴും നല്ല നമുക്ക് വെളിച്ചവും ഒക്കെ ഉണ്ടല്ലോ. ലൈറ്റിൻ്റെ ഒരു ഇതിലേ ഞാൻ ഇപ്പം നമ്മൾ ട്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പഴയ വീട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ലൈറ്റ് കുറവുണ്ട് നമ്മുടെ പുതിയ വീട്ടിനകത്ത് കേട്ടോ. അകത്ത് കയറുമ്പോൾ എന്തായാലും നമുക്ക് ലൈറ്റ് വേണം. പിന്നെ എന്നും ഞാൻ നമ്മുടെ ടിപ്പൊക്കെ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യുന്നത് വെളിയിലിരുന്നാണല്ലോ, ലൈറ്റിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല കേട്ടോ. ഇന്നും നമ്മുടെ കുഞ്ഞടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. നമ്മുടെ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകാം കേട്ടോ. കുറച്ച് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. ഇന്ന് നമ്മുടെ കുഞ്ഞടുക്കളയിലാട്ടോ. ഒത്തിരി നാളായില്ലേ എൻ്റെ കുഞ്ഞടുക്കള നിങ്ങൾ കണ്ടിട്ട്. നല്ലൊരു കാലാവസ്ഥയാണ്. ചന്നം പിന്നെ മഴ പെയ്യുന്നു. എല്ലാം കൊണ്ടും നല്ലതാണ് ഇന്ന് അടുക്കളയിലൊക്കെ കയറാൻ കേട്ടോ. ഞാനൊരു 2 മാസക്കാലമായി തോന്നുന്നു നമ്മുടെ ഈ കുഞ്ഞടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കേട്ടോ. നമ്മുടെ സരസ്വ തിരികെ ആ താക്കോല് എന്നെ ഏൽപ്പിച്ചു. ദേ കിടക്കുന്ന ആ താക്കോല് കണ്ടോ നിങ്ങൾ, അവിടെ കിടപ്പുണ്ട് നമ്മുടെ കുഞ്ഞടുക്കളയിലെ താക്കോല്. സരസ്സും അടുത്തെന്ന് തോന്നുന്നു കേട്ടോ. സരസ്സും അടുത്തു. അന്നേരം എന്നോട് പറഞ്ഞു എൻ്റെ പൊന്നുമോള് തന്നെ അങ്ങ് കയറിക്കോ. വീണ്ടും ഞാൻ ചാർജ് എടുത്തു. ചോറ് വയ്ക്കുന്നത് സരസു ഏറ്റിരിക്കുകയാണ്. സരസുവിന് ചോറ് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ആ വിറകടുപ്പിനകത്ത് അങ്ങോട്ട് ഇങ്ങനെ നീക്കിയൊക്കെ വെച്ച് ഊതിയൊക്കെ ചോറ് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു നമ്മുടെ സരസുവിന്. അതുകൊണ്ട് സരസു തന്നെ ചോറ് വയ്ക്കട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു കേട്ടോ. രാവിലെ നമുക്ക് കാപ്പിക്ക് പുട്ടും പഴവുമായിരുന്നു കേട്ടോ. എന്നും ഞങ്ങളുടെ വീട്ടിൽ പുട്ടാണെന്ന് നിങ്ങൾ ചോദിക്കും. എന്നും ഒന്നുമില്ല, മക്കളെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് കളിപ്പിക്കണമാണ്. ഇന്നും നമുക്ക് പുട്ടും പഴവുമായിരുന്നു. പിന്നെ കറിക്ക് നമ്മൾ എല്ലാം അരച്ച് ചേർത്ത് വെച്ചപ്പോൾ ഷൂന്ന് കടുക് വറുത്താൽ മതി. ഇന്ന് വെള്ളരിക്കയും തക്കാളിയും കൂടെ പച്ചക്കറിയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഒരു മുളകരച്ച കറി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ വീട്ടിലൊരു തേങ്ങ അരച്ച കറിയും ഉണ്ടാവും. അല്ലെങ്കിൽ രണ്ടും കൂടെ ഭയങ്കര എരിവായിരിക്കും. അതുകൊണ്ട് ഇന്ന് തേങ്ങ അരച്ച കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെള്ളരിക്കായും തക്കാളിയും കൂടെ അതേ നമ്മൾ അരച്ച് സെറ്റാക്കി വെച്ച് പോവുക കേട്ടോ. ഇനി കടുക് അങ്ങോട്ട് നമ്മൾ തൂകിച്ചങ്ങോട്ട് ഇട്ടാൽ മതി. ഭയങ്കര ചൂട് പിള്ളേരെ. ഞാൻ സത്യം പറഞ്ഞാണ്ടല്ലോ ഇതൊക്കെ ചാടി പിടിക്കും. ചൂട് കൊണ്ട് കൈയും കാലും എല്ലാം പൊള്ളിപ്പോവും. നമ്മൾ അത് സെറ്റാക്കി വെച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ വെള്ളം പറയാതെ ഇതിനകത്ത് ഇരിപ്പുണ്ട് സംഭവം കേട്ടോ. ഇനി നമുക്കത് കടുക് വറുത്തിടണം. പിന്നെ എന്താണെന്നറിയാമോ, ഏത്തക്കായും ചേനയും കൂടെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒത്തിരി ദിവസമായി കേട്ടോ ഏത്തക്കായും ചേനയും കൂടെ തോരൻ വെച്ചിട്ട്. ഇന്ന് അത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അതും നമ്മൾ എല്ലാം കണ്ടിച്ച് പറക്കി അത് വെന്തു ചതച്ച് വെച്ചേക്കുവാണ്. കുളിക്കാൻ പോകുന്നതിന് മുന്നേ മീനൊക്കെ വെട്ടി വെച്ചു കേട്ടോ. മീൻ വെട്ടി പിന്നെ കുളിച്ചിട്ട് വന്ന് എനിക്ക് ഭയങ്കര ദേഷ്യം. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ പറ കേട്ടോ. എനിക്ക് ഭയങ്കര ദേഷ്യം. ഇന്ന് മിക്കവാറും നമ്മുടെ സ്ഥലത്ത് ഞാൻ ആരോടാ ഈ കാര്യം പറയുന്നതെന്ന് അറിയാം വരുന്നെന്ന് തോന്നുന്നു. നമ്മൾ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ടൊന്ന് തട്ടിയിട്ടാൽ മതി കേട്ടോ. ഈ തടിത്തവി ഉണ്ടല്ലോ അതിൻ്റെ വാലും വെച്ച് ഞാനൊരു കറക്കും കേട്ടോ. എന്നിട്ട് അത് പതിയെ ഇരുന്ന് വെള്ളട്ടേന്ന് വിചാരിക്കും കേട്ടോ. വെന്തതാണ് അരപ്പ് വേണമല്ലോ. പതിയനെ അവൻ അവിടെ ഇരുന്ന് വേവട്ടെ. എനിക്ക് ഭയങ്കര ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ചേനയും ഏത്തക്കായും കൂടെ തോരൻ. സൗണ്ട് കുറവാണോ? നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് കുറയ്ക്കും കേട്ടോ.
ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ച. അപ്പോഴേ പതിയനെ വേവട്ടെ. നമ്മുടെ മീനൊക്കെ കണ്ടിച്ച് സെറ്റാക്കി വെച്ചേക്കുക കേട്ടോ. ഇനി അവനെ നമുക്ക് മക്കൾക്ക് ഇവിടെ പുളിമുളകും മതി കേട്ടോ. അല്ലേ തവി ഇനി എൻ്റെ കയ്യിലുണ്ടാന്ന് വിചാരിച്ച് തവി നേരത്തെ ഞാൻ സെറ്റാക്കി ഇട്ടേക്കും ഇതിനകത്ത്. എനിക്കിനി മീനകത്ത് തൊടാൻ വയ്യ. ഇനി ഇത് നമുക്ക് മുളകും മല്ലിയും ചൂടാക്കി നമുക്ക് അരച്ചൊഴിച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ തോരൻ സെറ്റാവട്ടെ. കടുകും കൂടെ വറുത്താൽ പിന്നെ എൻ്റെ ജോലി കഴിഞ്ഞു. പിന്നെ പപ്പടം ഉണ്ട്, പപ്പടം വറക്കണം. പപ്പടം ഇവിടെ ഉണ്ട്, കവറിനാക്കണമല്ലോ. പപ്പടവും കൂടെ വറക്കാം കേട്ടോ. പിന്നെ തോരൻ ഇരിപ്പുണ്ട്. രാവിലെ മക്കളെ വിടാൻ നമ്മൾ രാവിലെ തോരൻ ഇരിക്കും, അപ്പം മിക്സഡ് തോരൻ. അപ്പോൾ ഞാനത് രാവിലെ എടുത്തങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചു. അവർ രാവിലെ എളുപ്പം 6:30-ക്കൊക്കെ പോകുന്നവരല്ലേ. അപ്പോഴാ തോരൻ മിക്സഡ് തോരൻ അതിരിപ്പുണ്ട്. നിങ്ങളെ കളിപ്പിക്കുകയല്ല ഇതൊന്നും പറഞ്ഞു കേട്ടോ. അതിനെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോഴന്ന് വെള്ളിയിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ രാവിലെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചായിരുന്നു. 1 മണിക്കും 2 മണിക്കൊക്കെ കഴിക്കുമ്പോഴത്തേനെ രാവിലെ വെക്കുന്നതല്ലേ. അപ്പോൾ അത് രണ്ടും ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെയാണ് കേട്ടോ, കൂട്ടാനും കറികളും ഒക്കെ. തോരൻ ഇരുന്നേ ഞങ്ങൾ വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് തോരൻ കരഞ്ഞു പോകും. അപ്പോഴിനി കടുക് വറക്കണം. തോരനും വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ കടുക് വറുത്തൊഴിക്കാം. ഇനി മീനൊക്കെ ഞാനൊന്ന് പരുവാക്കിക്കൊണ്ട് വരട്ടെ കേട്ടോ. പരുവാക്കിക്കൊണ്ട് നിന്നാൽ ഒത്തിരി സമയം എടുക്കും കേട്ടോ. ഞാൻ വിചാരിച്ചേ നമുക്ക് കടുക് വറുത്തിട്ട് ആ ചട്ടിക്കകത്ത് മുളകും മല്ലിയും മൂപ്പിച്ച് നമുക്ക് മീൻകറി വെക്കാം കേട്ടോ. ബുദ്ധിയുണ്ട് എനിക്ക്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ തലയ്ക്ക് ഓളം വന്നേ. എത്ര പെട്ടെന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ എല്ലാം സെറ്റാക്കി രാവിലെ അങ്ങോട്ട് അരിഞ്ഞ് പറക്കി ചതച്ച് വാരി കഴുകി പറക്കിയൊക്കെ കഴുകിയല്ലല്ലോ അരച്ചൊക്കെ വെച്ചാൽ എന്ത് എളുപ്പം നമ്മുടെ ജോലികൾ കഴിയും. ഞാനങ്ങനെ അടുക്കള കയറുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ ജോലികൾ തീർക്കണം. അങ്ങനെയൊന്നും എനിക്ക് അടുക്കള കയറി നിൽക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ കയറിയാൽ ഞാൻ പിന്നെ മുന്നും പുറമൊന്നും നോക്കത്തില്ല. അപ്പോഴേ നമ്മളെ ഇവിടെ നിന്നും ഇറങ്ങി നമ്മുടെ ജോലിയൊക്കെ കഴിക്കും കേട്ടോ. അത് ഒരു ഓർഡർ അനുസരിച്ച് ചെയ്താൽ എളുപ്പം ചടപടയെന്ന് നമ്മളെ ജോലികളെല്ലാം കഴിക്കട്ടോ. കടുക് വറക്കാം. നമ്മുടെ കറിക്കും തോരനും കടുക് വറക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് ഒരു പരാതി വേണ്ട. ആഹാ, ഇത് നമ്മുടെ സുപ്പുവിൻ്റെ സ്വന്തം തോട്ടത്തിലെ കറിവേപ്പിലേക്ക് ഒത്തിരി ആയി. മഴയൊക്കെ പെയ്തപ്പോഴേ ഒത്തിരി ആയി. നമുക്ക് ഇച്ചിരി ഒരു വെട്ടക്കുറവുണ്ട് കേട്ടോ. അപ്പുറത്ത് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ഒരു വെട്ടക്കുറവുണ്ട് അടുക്കളയ്ക്കകത്ത്. 2 ലൈറ്റ് കത്തിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും. പക്ഷെ അത് കത്തുന്നില്ല. ഇനി അത് മോൻ വന്ന് ശരിയാക്കി തന്നെ അത് കത്തത്തുള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ എടുക്കത്തില്ലേ. പതുക്കെ പൊട്ടിയാൽ മതി. ഓഫാക്കിയിട്ട് കടുക് വറക്കണം, ഇല്ലെങ്കിൽ തീ കയറിത്തിരിക്കും. എനിക്ക് ഭയങ്കര പേടിയത് കേട്ടോ. എണ്ണയ്ക്കകത്തൊക്കെ തീ കയറി തീ കയറത്തിൽ എനിക്കത് ഭയങ്കര പേടി. അതുകൊണ്ട് തന്നെ നമ്മൾ തീയൊക്കെ എപ്പോഴും ഓഫാക്കിയിട്ടിട്ട് വേണം കടുക് വറക്കാൻ. ഗ്യാസിന്മേൽ തന്നെ വെച്ച് ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇനി നമുക്ക് മീൻകറി വയ്ക്കും. ഇതിനകത്ത് തന്നെ നമുക്ക് മുളകും മല്ലി ചൂടാക്കി എടുക്കാം കേട്ടോ. ചൂടാക്കിയിട്ട് വരട്ടെ കേട്ടോ. അപ്പോഴത്തേനെ സുജാത ചേച്ചിയുടെ മോള് രാവിലെ അരച്ച് തന്നതുകൊണ്ട് ആ പരിപാടി കഴിഞ്ഞു. അവിടെ ഇനി കഴുകി പറക്കി വെക്കട്ടെ. നാളെ എടുത്താൽ മതി. വൈകിട്ടും ഒന്നുമില്ല പരിപാടി, നാളെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒന്ന് പറക്കി കഴുകിയൊക്കെ ഉണക്കി വെക്കട്ടെ കേട്ടോ. വടി അങ്ങനെ നമ്മുടെ മീനുള്ള കാര്യങ്ങളെല്ലാം വറുത്ത് ഞാൻ മുളകും മല്ലിയൊക്കെ കുറച്ച് മല്ലി ഇന്ന് ചേർത്ത് കേട്ടോ. ഗുളികയൊക്കെ കഴിക്കുന്നവരല്ലേ, അപ്പോൾ കുറച്ച് മല്ലി ഇന്ന് ചേർത്തു. എല്ലാം വറുത്ത് വേണ്ട എല്ലാം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പുളി വെള്ളത്തിനകത്ത് ഇട്ടതിനകത്തോട്ട് നമ്മുടെ അരപ്പൊക്കെ അങ്ങോട്ട് ഞാൻ സെറ്റാക്കി കൊടുത്തു കേട്ടോ. സെറ്റാക്കി കൊടുത്തു. ഇനി നമുക്ക് അവസാനം കടുക് വറുത്തൊഴിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം നമ്മൾ വെറൈറ്റിയിലാണ് പിടിച്ചേക്കുന്നത് കേട്ടോ. ഇതെല്ലാം വെറൈറ്റിയാണ് ഞങ്ങളുടെ വീട്ടിൽ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചട്ടിക്കകത്ത് നമ്മൾ കടുക് വറുത്തിട്ട് നമ്മൾ അങ്ങനെ ആണല്ലോ പൊടിയൊന്ന് മൂപ്പിച്ച് അതിനകത്തോട്ട് പുളിവെള്ളവും
ഒക്കെ ഒഴിച്ചാണ് ഞാൻ ഇന്നും ചെയ്യുന്നത്. ഇന്നങ്ങ് വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു. അത്ര വെള്ളത്തിലല്ല, ആവശ്യത്തിന് നിങ്ങൾക്ക് വെള്ളം പടപടോടുന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇവിടെ എത്ര വെള്ളം ഒഴിച്ചാലും എൻ്റെ മക്കൾക്ക് പരാതിയാണ്, അമ്മേ കിണറ്റിൽ വെള്ളമില്ലേ, അമ്മ എന്താണ് ഞങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത്. തീയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടേക്കും കേട്ടോ. എല്ലാം നമ്മളിട്ടു. ഇനി തിളച്ചാൽ മതി. തിളയ്ക്കുമ്പോൾ നമുക്ക് വറ്റി വരുമ്പോൾ ഇന്ന് കടുവ വറുത്തൊഴിക്കാം. അത്ര കുഴപ്പമില്ലല്ലോ. എന്നും വേറെ രീതിയൊക്കെ ചെയ്യുന്നത്, ഇന്ന് നമ്മൾ വേറെ രീതിയാണ് ചെയ്യുന്നത് കേട്ടോ. കടുവ ചെറിയ മറ്റ മീനായിരുന്നു, പാരമീനായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ ഈ മീനിൻ്റെ ഒന്നും പേര്. എന്തായാലും കൊണ്ടുവരുന്നത് ഞാൻ കറി വെച്ച് ഞാൻ കഴിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തിളയ്ക്കട്ടെ. എല്ലാം ഉപ്പും പുളിയും എല്ലാം ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടെ സംഭവം കടുകും കൂടെ വറുത്ത് നമുക്ക് ഒഴിച്ചാൽ മതി. പിന്നെ പപ്പടം നമ്മൾ ചോറിന സമയത്ത് നമുക്ക് കാച്ചി വയ്ക്കാം കേട്ടോ. നമ്മുടെ മീനൊക്കെ തിളയ്ക്കുന്നതേ ഉള്ളൂ, തിളച്ച് വരുന്നുണ്ട്. തിളയ്ക്കട്ടെ. പിന്നെ അപ്പോഴേ വെള്ളം കൂടി മത്സരം ഞാനിവിടെ നടത്തും കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ കുപ്പിക്കകത്ത് വെള്ളം എടുത്ത് വെച്ചേക്കും, എന്നിട്ട് ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. നമുക്കൊരളവ് വയ്ക്കണം കേട്ടോ. ഞാൻ ചിലപ്പം ഉച്ച വരെ ഈ ഒരു കുപ്പി, വൈകിട്ട് വരെ ഇത് പിന്നെയും നിറച്ച് വയ്ക്കും. അങ്ങനെ 2 കുപ്പി വെള്ളം തീർക്കും കേട്ടോ. പിന്നെ രാത്രിയിലും വെള്ളം ഒത്തിരി കുടിക്കും. വെള്ളം കുടിക്കണം നമ്മൾ കേട്ടോ. ഇത്രയും കൊണ്ട് ഉച്ചയാകുമ്പോഴത്തേന് തീർക്കണം കേട്ടോ. നമ്മുടെ മീനൊക്കെ വെന്ത് കഴിഞ്ഞ് പപ്പടവും കാച്ചി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു കുപ്പി വെള്ളം നമ്മൾ തീർത്തിരിക്കും കേട്ടോ. അപ്പോഴേ ഞാൻ 2 ലൈറ്റും അണച്ചിട്ട് ഞാൻ വിചാരിച്ചു വെട്ടം ഉണ്ടോ എന്നൊന്നും അറിയണമല്ലോ. നേരത്തെ മഴക്കോളായിരുന്നു, വെട്ടമില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇങ്ങനൊന്ന് വീഡിയോ എടുക്കാവേ. അപ്പോഴും മീൻകറിയൊക്കെ നമ്മുടെ തിളച്ചു. ഉപ്പ് നോക്കണം, ഇനി ഉപ്പ് നോക്കി തരുമോന്നേ. ഞാൻ എത്ര ഇവിടെ ഉപ്പ് നോക്കിയാലും നമ്മുടെ അണ്ണൻ പറയുന്നത് നീ 2 പ്രാവശ്യം ഇടുമോ 3 പ്രാവശ്യം ഇടുമോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. എന്താ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഉപ്പ് കൂടുന്ന ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളെയും കൊണ്ട് ഞാൻ ഉപ്പ് നോക്കിക്കും. ആരെങ്കിലും ഒന്ന് കൈ നീട്ടി തായോ ഈ ഉപ്പൊന്ന് നോക്കി ഇത് കറക്റ്റാണോ, അതോ ഞാൻ ഉപ്പിടണോ, അതോ എന്തെങ്കിലും ഇതിനകത്ത് വാരി ഇടണമെന്ന്. ഞാൻ ചിലപ്പോൾ ഉപ്പ് കൂടുമ്പോഴുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് കണ്ടിച്ചിടും. അപ്പോഴത് ഈ മക്കളുടെ കയ്യിലായിരിക്കും ചിലപ്പം കിട്ടുന്നത്. അപ്പോഴവർ ഇതെന്തുവാ ഇത് സാമ്പാർ കഷ്ണങ്ങളോ. ഞാൻ തടി തപ്പം കേട്ടോ. എന്തായാലും ഇന്ന് നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോഴേ നമുക്കൊന്ന് നോക്കാം. അതെ, കുഴപ്പമില്ല കേട്ടോ. നമുക്ക് സ്ഥിതിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. മീൻകറിയുടെ സ്ഥിതി കറക്റ്റ് ഉപ്പും പുളി കേട്ടോ. ഒന്നും കുറയ്ക്കേണ്ടതും ഇല്ല, കൂട്ടേണ്ടതും ഇല്ല. നല്ല മീനായിരുന്നു തോന്നുന്നു. നമുക്ക് ഉപ്പ് നോക്കുമ്പോൾ അറിയാം കേട്ടോ ഈ മീൻ എങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് കണ്ടിക്കുമ്പോഴേ നമുക്കറിയാം നല്ലതാണോ എന്താ പന്നിലാണോ, അങ്ങനെയല്ലേ. നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. എനിക്ക് അപ്പോഴേ കണ്ടിക്കുമ്പോഴേ ഞാൻ ഇച്ചിരി വാക്കുകയാണെങ്കിൽ നമ്മുടെ അണ്ണനെ പിന്നെ തറയിൽ നിർത്തത്തില്ല. ഞാൻ ചോദിക്കും എവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നേ, ഇതാര് തന്നേ. അപ്പോഴും നീ നാളെ മുതൽ നീ വലയും കൊണ്ട് നീ പോയി മീൻ പിടിച്ചോളാൻ കേട്ടോ. അങ്ങനെ എനിക്ക് പറയാറുണ്ട്. കറക്റ്റാണ് കേട്ടോ. അപ്പോഴും ഇനി നമുക്ക് കടുകും കൂടെ വറുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. സെറ്റായി നമ്മുടെ മീൻ കൂട്ടാൻ. അപ്പോഴിനി പപ്പടം ഇപ്പോഴേ കാച്ചുന്നില്ല, പിന്നെ കാച്ചുന്നുള്ളൂ കേട്ടോ. ചോറിന സമയം 1 മണിയൊക്കെ, ഇവിടെ 1 മണിയല്ല 1:30 ആകുമ്പോഴാണ്. അത് നമ്മുടെ അണ്ണൻ ഏത് സമയത്താണ് അല്ല, ഞാൻ അതിന് മുന്നേ പപ്പടമൊക്കെ കാച്ചി വെക്കും. അപ്പോൾ ഒരു 1:30-2 മണി ഒക്കെ ആകുമ്പോഴത്തേന് നമ്മൾ സരസുവിന് ചോറ് കൊടുക്കണം പറയാം. എന്തായാലും അമ്മയ്ക്ക് ചോറ് കൊടുത്തിട്ടേ നമ്മൾ കഴിക്കത്തുള്ളൂ കേട്ടോ. അതെന്തോ ആണെങ്കിലും, കാപ്പിയാണെങ്കിലും ചായ ആണെങ്കിലും അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കത്തുള്ളൂ കേട്ടോ. ഞാൻ അത്ര വലിയ പൈങ്കിരി മരുമോളൊന്നും അല്ല. എപ്പോഴാണെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് നമുക്ക് കഴിക്കുന്നതല്ലേ അതിൻ്റെ ഒരു സന്തോഷം അല്ലേ. അങ്ങനെ വേണം. സരസുവിന് നേരത്തെ ചോറ് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ അണ്ണൻ വരുമ്പോഴാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ കഴിച്ചെങ്കിലായി, കഴിച്ചില്ലെങ്കിൽ ആരും അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തതുമില്ല കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. അന്നേരം ഭയങ്കര ഒരു രസമില്ല കേട്ടോ. അപ്പോഴേ ഞാനിനി മീൻ കടുവൊക്കെ വറുത്ത് വെക്കട്ടെ. കടുവ വറുക്കുന്നത് എപ്പോഴും കാണിച്ചാൽ നിങ്ങൾ എന്നെ ഓടിച്ചിട്ട് അടിക്കും കേട്ടോ.
അങ്ങനെ ദേ നമ്മുടെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, 3-4 കൂട്ടം 3 കൂട്ടം ഒന്നും ഉണ്ടാക്കി. അല്ല, രാവിലത്തെ തോരനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരുവിധം നമ്മുടെ ജോലിയൊക്കെ കഴിയണ്ടേ. പിന്നെ രാവിലെ അമ്മണിക്ക് തുണി അലക്കാൻ കൊടുത്തായിരുന്നു. അതൊക്കെ പറക്കി ഇട്ടിട്ടാണ് അടുക്കള കയറിയത് കേട്ടോ. അമ്മണി രാവിലെ ജോലിയൊക്കെ ഒത്തിരി ഒതുക്കി തന്നു എനിക്ക് കേട്ടോ. ഇനി ഇങ്ങനെ ഇരിക്കും. നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി നേരം പ്രാർത്ഥനയൊക്കെ കേട്ടുകൊണ്ടിരിക്കും. ഏത് ദിവസമൊക്കെ ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ നമുക്കിവിടെ പ്രാർത്ഥനയുണ്ട് കേട്ടോ. പ്രാർത്ഥനയൊക്കെ കേട്ടുകൊണ്ടിരിക്കും ഞാൻ. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഴിഞ്ഞിട്ടില്ല. പിന്നെന്താ, പിന്നെ ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ അല്ലാത്ത ദിവസമൊക്കെ രാവിലെ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണുന്നത്. ഇന്നിപ്പം ഉച്ച കഴിഞ്ഞ് എല്ലാവരുടെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വീഡിയോ കാണണം കേട്ടോ. കഴിയുന്നതും എല്ലാവരുടെ അടുത്ത് എത്താൻ നോക്കും. പിന്നെ നമുക്ക് തിരക്കുള്ള ദിവസമായിരിക്കും നമുക്ക് ആരുടെയും വീഡിയോ ഒന്നും കാണാൻ പറ്റാത്തത് കേട്ടോ. പിന്നെ ഒത്തിരി ദിവസം കൊണ്ട് എല്ലാവർക്കും ഉള്ളതാണ്, നമുക്ക് കമൻറ്റ് അയക്കാൻ ഒക്കത്തില്ല. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി കൂട്ടുകാരങ്ങനെ പറഞ്ഞ് കമൻറ്റ് അയക്കാൻ ഒക്കുന്നില്ല. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വേറെ ആരെങ്കിലും കമൻറ്റ് ഇടുമ്പോൾ അവരുടെ ആ വീഡിയോ അവരുടെ കമൻറ്റിന് താഴെ പോയി നമ്മൾ കാണുന്നുണ്ടെന്ന് അവരെ അറിയിക്കേണ്ടി അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. യൂട്യൂബ് അമ്മാവ അടി വാങ്ങിക്കും, കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചായിട്ടോ. ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യണ്ടേ, ഞങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ വീഡിയോ കണ്ടെന്നൊക്കെ ഞങ്ങളെ അറിയിക്കേണ്ടേ. ആ വീഡിയോ എത്രമാത്രം നമുക്ക് യൂസ്ഫുള്ളായി എന്നൊക്കെ ഞങ്ങൾക്ക് അവരെ അറിയിക്കേണ്ടി. അടി വാങ്ങി കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. ഇങ്ങനെയൊക്കെ കുരുത്തക്കേടൊക്കെ ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരുന്നാൽ കേട്ടോ. കഴിയുന്നതും എല്ലാവരുടെയും വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും പല കേട്ടോ. രമ്യക്കുട്ടി ഇപ്പോൾ ഓഫീസിലൊക്കെ ആയിരിക്കും കേട്ടോ. ഒത്തിരി സന്തോഷം മോളെ. വീട് പണിയൊക്കെ തുടങ്ങിയിട്ട് എല്ലാവരും വീടെന്നുള്ളത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്, നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വലിയ സ്വപ്നം ഒരു വീടെന്നുള്ളത്. എളുപ്പം മോളെ വീട് പണിയൊക്കെ തീരട്ടെ കേട്ടോ. വന്ന് കണ്ട പുള്ളിക്കാരന് ഒരുപാട് അത് ചെയ്തു തരാനുള്ള മനസ്സൊക്കെ കാട്ടി തന്നില്ല. ഏതാ പഞ്ചായത്തിലെയോ വില്ലേജിലെയോ ഏതോ ഒരു പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ. അദ്ദേഹത്തിനും അത് പണിയൊക്കെ പൂർത്തിയാക്കി തരാൻ തമ്പുരാന് ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ കേട്ടോ. അവരുടെയൊക്കെ ആരോഗ്യവും ആയുസ്സും ഒക്കെ നമുക്ക് പിന്നെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ആരായാലും നമ്മളൊരാളെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനും ദൈവത്തിൻ്റെ കരങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലിലും പ്രവർത്തിക്കണമല്ലോ അല്ലേ. വേഗം പിന്നെ വീട് പണിയൊക്കെ തീരട്ടെ കേട്ടോ. അന്നൊക്കെ ആ വീട് വെള്ളമൊക്കെ വന്നപ്പോഴേ ഒക്കെ സത്യം പറഞ്ഞ് ഞാനും വിചാരിച്ചു ആ പാവം മോളെ വെള്ളമായിരുന്നല്ലോ അവിടെ അല്ലേ, ഇങ്ങനെ വെള്ളം പൊങ്ങുന്ന സ്ഥലമായിരുന്നല്ലോ. ദൈവം വേഗം തന്നെ എൻ്റെ മോളുടെ വീടൊക്കെ പണി പൂർത്തിയാക്കി തരട്ടെ കേട്ടോ. എന്ത് കാര്യം തുടങ്ങുമ്പോഴും എപ്പോഴും എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നോക്കുക കേട്ടോ. എന്തൊരു കുഞ്ഞു വീടിൻ്റെ ഏത് കുഞ്ഞൊരു ആവശ്യത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചാലും കേട്ടോ, ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവാട്ടോ. അപ്പോഴെല്ലാം വേഗം പണിയൊക്കെ തീർത്ത് ദൈവം കേട്ടോ. നമുക്കിതൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ ഒക്കത്തുള്ളൂ. ഞാൻ എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല സ്ഥലം മോളുടെ. എന്നാലും പ്രാർത്ഥനയിൽ ചേച്ചി എപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ രമ്യക്കുട്ടിയുടെ കാര്യം എപ്പോഴും കുഞ്ഞു മക്കളെയും കൊണ്ട് കഴിയല്ലേ ആ കൊച്ചു വീട്ടിലെ. എന്നാലും സന്തോഷമുണ്ടല്ലോടാ. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മുടെ വീട്ടിലെ സന്തോഷവും സമാധാനവും അതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. പണമോ അതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്, ആ വീട്ടിലെ സന്തോഷവും സമാധാനവും മാത്രം. അതാണ് നമ്മളൊക്കെ നോക്കുന്നത് കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. എനിക്ക് രമ്യക്കൊച്ചിനോട് അതൊക്കെ പറയാനുള്ളൂ. ഇന്നലത്തെ വീഡിയോയ്ക്ക് അതായത് +2 കഴിഞ്ഞപ്പോൾ ജോലിക്കൊക്കെ പോയാലും ഇടിക്കുകയാണ് കേട്ടോ. ഇപ്പം ഈ വന്ന കാലത്ത് ഒരാളുടെ ഒരു വരുമാനം കൊണ്ടൊന്നും നമുക്ക് ആർക്കും ജീവിക്കാനൊക്കത്തില്ല കേട്ടോ. ഇടിക്കുകയാണ് മോള് കേട്ടോ. നല്ലതേ ദൈവം വരുത്തത്തുള്ളൂ കേട്ടോ. മോമാരും മിടുക്കന്മാരായിട്ട് എല്ലാവരും കുടുവിനെയൊക്കെ എപ്പോഴും കാണുന്നുള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷം. കുടുവിൻ്റെ കേട്ടോ. കുടു ഇന്നലെ വീഡിയോ എടുത്ത കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്തായാലും നല്ലൊരു വീടാവട്ടെ എൻ്റെ രമ്യക്കൊച്ചിനെ കേട്ടോ. അടുത്തായിരുന്നെങ്കിൽ ചേച്ചി അന്നൊക്കെ കണ്ടേനെ കേട്ടോ. ഇതിപ്പം ദൂരത്തായി പോയി, അല്ലെങ്കിൽ ഞാൻ വന്നേനെ കേട്ടോ.
പിന്നെ ഇങ്ങനെ ഓരോരുത്തർ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, എല്ലാവരെയും നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, നേരിട്ട് കാണാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരായിട്ടല്ലേ. അപ്പോൾ ഒത്തിരി ഒത്തിരി സ്നേഹം എല്ലാവരോടും കേട്ടോ. നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദി എല്ലാവർക്കും കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ ഈ ബ്യൂട്ടി ടിപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഞാനിരുന്ന് വർത്താനം പറയുന്നില്ല. പക്ഷെ വർത്താനം തുടങ്ങി അങ്ങനെ ഞാൻ നേരിട്ട് അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഈ വീഡിയോയ്ക്ക് അത് നമ്മളിങ്ങനെ അപ്പോൾ നമ്മൾ സംസാരിച്ചല്ലേ ഒക്കത്തുള്ളൂ കേട്ടോ. നേരത്തെയൊക്കെ എനിക്കറിയത്തില്ല, ആദ്യത്തെ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടാൽ അറിയാം നമ്മൾ അങ്ങനെ സംസാരിക്കത്തില്ല. അപ്പോഴും ചിലരിങ്ങനെ കമൻറ്റിൽ കൂടി നമ്മൾ നന്നായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെയാണ് ഞാനും ഇങ്ങനെ വർത്താനമൊക്കെ പറയാൻ തുടങ്ങിയത് കേട്ടോ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ ദേഷ്യം വരും, ചിലർക്കൊക്കെ സന്തോഷമാണ്. സാരമില്ല, ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടട്ടെ നമ്മുടെയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ, ഇന്ന് അടുക്കള വിശേഷങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നാളെയും നമുക്ക് നല്ല കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ.